ഹലോ. മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് ചോറ് കഴിച്ചത്. കാര്യമായിട്ട് സ്പെഷ്യലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു ഓംലേറ്റ് ഉണ്ടാക്കി. എന്നിട്ട് കുറച്ച് ചോറും ഒരു ഡബിൾ ഓംലേറ്റും ലേശം ചമ്മന്തിയാ കഴിച്ചത്. അതൊരു 2 മണിയാകുമ്പോൾ കഴിച്ചിന്. കഴിച്ച് കഴിഞ്ഞിട്ട് എന്നത്തെയും പോലെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് നേരം വീട്ടിൽ കിടന്ന് ഉറങ്ങി. എന്നിട്ട് വൈകുന്നേരം ഒരു 5:30, 5:45 ആ ഒരു സമയമായിരുന്നു. ഒന്ന് ഒന്ന് കണ്ണൂർ ടൗണിലേക്ക് ഇറങ്ങി. പിന്നെ ഒരു 2 ദിവസം മുമ്പേ ഞാൻ പോയിട്ട് എൻ്റെ അബ്ഡോമിൻ്റെയും പെൽവിസിൻ്റെയും ആയിട്ട് ഒരു അൾട്രാസൗണ്ട് സ്കാൻ നടത്തിനി. ലിവറിനും കിഡ്നിക്കൊന്നും ഞാൻ വിചാരിച്ച പോലെ കുഴപ്പമൊന്നുമില്ല ഇതുവരെ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ലിവറിൻ്റെയും കിഡ്നീൻ്റെയും കാര്യമെല്ലാം ചോദിക്കല്ലേ, അതുകൊണ്ടൊന്ന് പറഞ്ഞാ. അങ്ങനെ വൈകുന്നേരം ഞാൻ ഈ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഈടെ ഞാൻ ഉച്ചക്ക് വന്നാലും വൈകുന്നേരം വന്നാലും രാത്രി വന്നാലും എല്ലാം ബിരിയാണി തന്നെയാണ് കഴിക്കൽ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം രാത്രി ഇരുന്ന് ബിരിയാണി കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കാ ഒരു ഫാമിലി, ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലി ഈ ഐറ്റം കഴിക്കുന്ന കണ്ടിനെ. അതിൻ്റെ തൊട്ടപ്പുറത്തിരുന്ന കുറച്ച് ചെക്കന്മാരും ഉണ്ടെന്നെ ഇത് കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇതിൻ്റെ വീഡിയോ എടുക്കുന്നെല്ലാം കണ്ടിന്. എന്നേരേ ഞാൻ വിചാരിച്ചതാ ആ ഐറ്റം ഒന്ന് കഴിച്ചു നോക്കണമെന്ന്. അപ്പോൾ അന്ന് അവരെല്ലാം വീഡിയോ എടുക്കുന്ന കണ്ട ഈ ഐറ്റത്തിൻ്റെ പേരാണ് പാൽ പൊറോട്ട. വാഴയില വെച്ച ചട്ടിയിലോട്ട് 2 പൊറോട്ട വെച്ച ശേഷം അതിൻ്റെ മേലെയും താഴെയും ഇടയിലെല്ലാം നല്ലോണം തേങ്ങാപ്പാൽ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് നല്ലോണം ചിക്കൻ കറി വയ്ക്കും, മല്ലിയില ഇടും, അണ്ടിപ്പരിപ്പിലും ഇടും കേട്ടോ. ശേഷം ആ തേങ്ങാപ്പാലിലും ചിക്കൻ കറിയിലും കുതിർന്ന പൊറോട്ട ആ മല്ലിയില നല്ലോണം ഉള്ള സൈഡിൽ നിന്ന് ഒരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് ചിക്കൻ്റെ പീസും കൂടെ ചേർത്ത് വെച്ച് കഴിക്കണേ. എൻ്റെ അമ്മോ, തേങ്ങാപ്പാലും ചിക്കൻ കറിയും ചിക്കൻ്റെ കഷ്ണം കൂടി ആ പൊറോട്ടേൻ്റെ കൂടെ കൂടി ചേർന്നേരമുണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് കടന്ന്. ഇത് ഇവിടുത്തെ ഒരു നോമ്പ് തുറ കിറ്റാണ്. ഇതിൻ്റെ പാർസലുണ്ട് കേട്ടോ. നെയ്ച്ചോറുണ്ട്, ഫിഷ് അതായത് മീൻ മുളകിട്ടയുണ്ട്, അതിൻ്റെ കൂടെ ജ്യൂസ് ഉണ്ട്, കട്ട് ഫ്രൂട്ട്സും ഉണ്ട്. ഇതന്നെ പരിപ്പ് കറീൻ്റെ കൂടെയുണ്ട്. ഞാൻ നെയ്ച്ചോറ് മീൻ മുളകിട്ടത് കോംബോ പറഞ്ഞത്, പിന്നെ എക്സ്ട്രാ ആയിട്ട് പരിപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അയക്കൂറിയാണ് ഈ മുളകിട്ടയിൽ വരുന്ന മീൻ. അപ്പോൾ ആ നെയ്ച്ചോറിൻ്റെ ഒരു പകുതി പോർഷൻ പതുക്കെ എൻ്റെ പ്ലേറ്റിലേക്ക് അവിടെ തട്ടിയിട്ട് മീനിൻ്റെ കഷ്ണം കൂട്ടാണ്ട് ലേശം നെയ്ച്ചോറുണ്ടല്ലോ, അത് ആ മുളകിട്ടേൻ്റെ കൂടെ കുഴച്ച് കഴിച്ച് നോക്കി. പിന്നെ ബിരിയാണീൻ്റെ കൂടെ എപ്പം കൂട്ടി കൊടുക്കാറില്ല ആ ബീട്രൂട്ട് ഈത്തപ്പഴ അച്ചാർ കുറച്ച് നെയ്ച്ചോറിൻ്റെ കൂടെ കുഴച്ച് തൈര് സലാഡും ചേർത്ത് വെച്ച് കുറച്ച് ആ മീൻ കറിയും കൂടെ കൂട്ടി കുഴച്ചതിന് ശേഷം ചെറിയൊരു അയക്കുറേൻ്റെ പീസും അതിൻ്റെ ഇടയിൽ വെച്ച് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് ഇതാ ഇങ്ങനെ. നെയ്ച്ചോറ് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റിലുണ്ട്. പിന്നെ മീൻ കറിയും സെറ്റ് ചെയ്യുന്നു. ഇത് ഞാൻ എക്സ്ട്രാ വാങ്ങിച്ച പരിപ്പ് കറിയാണ്. അപ്പോൾ പരിപ്പ് കറി, നെയ്ച്ചോറ്, മീൻ മുളകിട്ടിയും ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറും നമ്മളെ തൈര് സലാഡും അയക്കൂറേൻ്റെ പീസും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഞാനിതിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. മീൻ കറിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ അകത്തുള്ള അയക്കൂറയില്ലേ, അത് തൊടുമ്പോൾ അത്യാവശ്യം നല്ല ഫ്രഷ് പോലെയെല്ലാം ഉണ്ട്. പക്ഷെ കഴിച്ചു നോക്കുമ്പോൾ എന്തോ ഒരു സുഖമില്ലാത്ത ചുഴയുണ്ടപ്പോൾ. നല്ല ഫ്രഷ് മീൻ്റെ ഒരു ചുഴയായിരുന്നില്ല ഇനി. നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തത് ഒരു തനി നാടൻ പ്ലാറ്ററാണ്. ഇതിൻ്റെ പേര് ഇത് കഴിച്ച് കഴിയാനാകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ പ്ലാറ്ററിൽ എണ്ണിക്കഴിഞ്ഞാൽ 9 ഐറ്റംസ് ഉണ്ട്. ഞാൻ എണ്ണി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ വലിയ പ്ലേറ്റിൻ്റെ ഒരു സൈഡിൽ ചിക്കൻ, അത് കഴിഞ്ഞിട്ട് ബീഫാണ്, അത് കഴിഞ്ഞിട്ട് പിന്നെയും ബീഫ്, അത് കഴിഞ്ഞിട്ട് ഉള്ളീൻ്റെ ചമ്മന്തി, ഈ സൈഡിലുള്ള ബൗളിൽ കാണുന്നത് ചിക്കൻ കറി, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് ഫിഷ് കറി. ഇത് 5 പൊറോട്ടയുണ്ട് കേട്ടോ. പിന്നെ ഈ പ്ലേറ്റിൻ്റെ ഒരു സൈഡിൽ കാണുന്നത് പിടിയാണ്, മറ്റേ സൈഡിൽ പാൽക്കപ്പയും. അങ്ങനെ ആകെ മൊത്തത്തിൽ 9 ഐറ്റംസ് ഉണ്ട്. പാൽക്കപ്പയും ബീഫും ചിക്കനും മീനും എല്ലാം ഞാൻ കുറേ തവണയിലായിട്ട് കഴിച്ചിട്ടുണ്ട്. പക്ഷേ പാൽക്കപ്പയും പിടിയും കോഴിയും ബീഫും മീനും കൂടെ ചേർന്ന് വരുന്നൊരു പ്ലാറ്റർ ഇതുവരെ ട്രൈ ചെയ്തില്ല കേട്ടോ. 950 റുപ്യാണ് ഈ പ്ലാറ്ററിൻ്റെ റേറ്റ് വരുന്നത്. ആ ഉള്ളി വെലിങ്ങനെ മുറിച്ചിട്ട് ആ ചമ്മന്തി കുറച്ചെടുത്തിട്ട് പാൽക്കപ്പേൻ്റെ മേലെ വെച്ച് എന്നിട്ട് ഒരു 2-3 പീസ് ബീഫും അതിൻ്റെ മേലെ വെച്ച് അതും ആ ഉള്ളി ചമ്മന്തിയും കൂടെ ഞെരടി ചേർത്തേ പാൽക്കപ്പയിലോട്ട്. എന്നിട്ടാണ് കേട്ടോ കഴിച്ചു നോക്കിയത്. എൻ്റെ അമ്മോ, അത് കഴിച്ചു നോക്കിയാലും കിട്ടിയ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. കപ്പയെല്ലാം നല്ല നാടൻ കപ്പയായതുകൊണ്ട് പശ പശ പോലെ കളിക്കുന്നുണ്ടേനു. പിന്നെ ആ ഉള്ളീൻ്റെ ചമ്മന്തി ഒരു രക്ഷയില്ല, ആ ഡ്രൈ ആയിട്ടുള്ള ബീഫും സെറ്റേനു. ഈ പ്ലാറ്ററിൽ 2 ടൈപ്പിലുള്ള ബീഫ് ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ. അതിൽ കുറച്ച് ഡ്രൈ ബീഫാണ് ഇത്. ഇതാണ് ഇതിൻ്റെ അകത്തെ താരം. പിന്നെ കുറച്ചൊരു സെമി ഗ്രേവി ടൈപ്പിലുള്ള ബീഫുണ്ട്, അത് എനിക്ക് അത്ര അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല. ഇനി ഈ പ്ലാറ്ററിൻ്റെ കൂടെ വരുന്ന അയക്കൂറ മുളകിട്ടില്ലേ, അത് കുറച്ച് ആ പിടീൻ്റെ മേലെ അങ്ങോട്ട് ഒഴിച്ചിട്ട് രണ്ടും കൂടെ ചേർത്തൊന്ന് പിടിച്ച് കളയാല്ലേ. ഇത് നമ്മളെ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിച്ച അതേ മുളകിട്ട് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇതിൻ്റെ അകത്തും ആ മീനിന് ചെറിയൊരു സുഖമില്ലാത്ത, അതായത് ആ ഒരു ഫ്രഷ് മീനിൻ്റെ അല്ലാത്തൊരു ഫീൽ ഉണ്ടേനു. ബാക്കി മീൻ കറിയെല്ലാം സെറ്റ് ചെയ്യണേ. അതിന് ശേഷം പൊറോട്ട ഉണ്ടല്ലോ ഇതിൻ്റെ കൂടെ, ആ പൊറോട്ട ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മേലെ ആ വറുത്തരച്ച് ചിക്കൻ കറി അങ്ങോട്ട് വെച്ച്. പിന്നെ ഈ പ്ലാറ്ററിന് ഇവർ കൊടുത്ത പേര് അസൽ ഗസൽ പ്ലാറ്റർ എന്നാ. 950 റുപ്യക്ക് 5 പൊറോട്ട അടക്കം വരുന്ന ഈ പ്ലാറ്റർ എനിക്ക് ശരിക്കും വെറുതായിട്ട് തോന്നി കേട്ടോ. 4 പേർക്ക് വയറ് നിറയെ കഴിക്കാനുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഈ പൊറോട്ടയും നല്ല ഗംഭീര, പക്ഷേ ചിക്കൻ കറി ഒരു ആവറേജ് ആയിരുന്നു കേട്ടോ.
അതിന് ശേഷം ഒരു ഗ്ലാസ് നല്ല തണുത്ത ബത്തക്ക ജ്യൂസ് കുടിച്ച് വിത്തൗട്ട്. കുറച്ചും കൂടി ഒന്ന് തണുപ്പിച്ച് കളയാന്ന് വിചാരിച്ചിട്ട് ഒരു ഫലൂദയും കഴിച്ച്. ഡയറ്റ് ആയതുകൊണ്ട് മിനി ഫലൂദയാണേ കഴിച്ചത്. അതാ ഗ്ലാസ്സിൽ തന്നെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു പ്ലേറ്റ് വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്തോട്ടേക്ക് കമഴ്ത്തിയിട്ട് ഇതാ ഇങ്ങനെയാണ് കഴിച്ചത്. ഇനി നിങ്ങൾ കഴിക്കാൻ പോകുന്ന ഫലൂദ ഇങ്ങനെയൊന്ന് കഴിച്ച് നോക്കിയട്ടെ. എല്ലാ ഫലൂദക്കും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മറ്റേ നോമ്പ് തോറേൻ്റെ നെയ്ച്ചോറിൻ്റെ കിറ്റ് ഞാൻ ഒരെണ്ണം പാർസലും വാങ്ങിച്ചിനെ. അപ്പോൾ ഈ സ്പോട്ട് നമ്മളെ കണ്ണൂർ പയ്യാമ്പലം SN പാർക്കിനെല്ലാം അടുത്ത് പഴയ സാവോയിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഗസലാണ്. ഇതാണ് കേട്ടോ എൻ്റെ ടോട്ടൽ ബില്ല്. പിന്നെ അങ്ങനെ അവിടുന്ന് കുറച്ച് നേരം തിരിഞ്ഞ് കളിച്ച് അറിയുന്ന രണ്ടാൾക്കാരോട് വർത്താനെല്ലാം പറഞ്ഞിട്ട് ഞാൻ നേരെ പൂതപ്പാറ പോയിട്ട് അവിടുന്ന് ഒന്നും കൂടെ ഒന്ന് തണുപ്പിച്ച് ഒരു വിത്തൗട്ട് അവക്കാഡോ ഷേക്കാണ് കുടിച്ചത്. അവക്കാഡോ കടി എന്ന് പറഞ്ഞ ഈ ഷേക്ക്. എന്നാൽ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ അല്ലേ? അപ്പം ശരിയേ.